സംസ്ഥാനത്ത് മൺസൂൺ കാലയളവിൽ ഏർപ്പെടുത്തിയിരുന്ന 52 ദിവസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനം വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ അവസാനിക്കും. ഇതോടെ യന്ത്രവൽകൃത മത്സ്യബന്ധന ബോട്ടുകൾ കടലിലേക്ക് ഇറങ്ങും. വറുതിക്ക് വിരാമമിട്ട് കടലമ്മ സമൃദ്ധി നൽകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് തീരദേശം. ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷം ആഴക്കടൽ മത്സ്യബന്ധനം പുനരാരംഭിക്കുന്നതോടെ സമൃദ്ധമായ മത്സ്യലഭ്യതയും മികച്ച വരുമാനവും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികളും ബോട്ടുടമകളും. ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നതോടെ സംസ്ഥാനത്തെ പ്രധാന മത്സ്യബന്ധന ഹാർബറുകളെല്ലാം സജീവമാകും. ബോട്ടുകളുടെ എഞ്ചിൻ അറ്റകുറ്റപ്പണികളും പെയിന്റിംഗും പൂർത്തിയാക്കി വലകൾ സജ്ജമാക്കി കഴിഞ്ഞു. കടലിൽ ദിവസങ്ങളോളം തങ്ങുന്നതിനായി ബോട്ടുകളിൽ ഐസ്, ഡീസൽ, കുടിവെള്ളം, മറ്റ് അവശ്യ സാധനങ്ങൾ എന്നിവ നിറക്കുന്ന തിരക്കിലാണ് തൊഴിലാളികൾ. നിരോധന കാലയളവിൽ നാട്ടിലേക്ക് മടങ്ങിപ്പോയിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളിൽ ഭൂരിഭാഗവും തീരദേശങ്ങളിൽ തിരികെ എത്തിയിട്ടുണ്ട്. മൺസൂൺ പ്രജനന കാലത്ത് കടലിലെ മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിനാണ് ജൂൺ 9 അർദ്ധരാത്രി മുതൽ സർക്കാർ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കിയത്. നിരോധന കാലയളവിൽ പരമ്പരാഗത വള്ളങ്ങൾക്ക് മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ടായിരുന്നുവെങ്കിലും പ്രതികൂല കാലാവസ്ഥയും കുറഞ്ഞ മത്സ്യലഭ്യതയും കാരണം വിപണിയിൽ മീൻവില കുത്തനെ ഉയർന്നിരുന്നു. ബോട്ടുകൾ കടലിൽ പോയി തുടങ്ങുന്നതോടെ കിളിമീൻ, കൂന്തൽ, ചെമ്മീൻ, അയല, മത്തി തുടങ്ങിയ ജനപ്രിയ മത്സ്യങ്ങൾ ധാരാളമായി വിപണിയിലെത്തുമെന്നാണ് പ്രതീക്ഷ. ഇത് വരും ദിവസങ്ങളിൽ പൊതുവിപണിയിലെ മീൻവില കുറയാൻ സഹായിക്കും. പൊതുവെ മീൻ കുറവായിരിക്കും. ചെറിയ ബോട്ടുകാരൊന്നും പോകില്ല, ചെറിയ ചെറിയ വള്ളക്കാർ മാത്രമേ പോകൂ. അപ്പം ചെറിയ വള്ളക്കാർക്ക് മീനുണ്ടെങ്കിൽ പണിയുണ്ടാവും, അല്ലാതെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം വെച്ചാൽ ബോട്ടുകാരൊന്നും പോകാത്തതുകൊണ്ട് ചെറിയ വള്ളം പോകുന്നതുകൊണ്ട് മീൻ കുറവായിരിക്കും. ചെറിയ കച്ചവടക്കാർക്കെല്ലാം ബുദ്ധിമുട്ടായിരിക്കും. കാലാവസ്ഥ നല്ല അനുകൂലമാണെങ്കിൽ മീനുണ്ടാവും, കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ മീൻ കുറവായിരിക്കും. തൊഴിലില്ലാതിരുന്ന 52 ദിവസങ്ങളുടെ സാമ്പത്തിക ഞെരുക്കത്തിന് വിരാമമിട്ട് കടലമ്മ സമൃദ്ധി നൽകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് തീരദേശം പുതിയ സീസണെ വരവേൽക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.